ഹായ് കേരറ്റ്സ് ജയ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 ടിയർ റാലി എപ്പോഴാണ് വരാൻ പോകുന്നത്, എക്സാം എപ്പോൾ സ്റ്റാർട്ടാകും എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റാലിയാണ് ടിയർ റാലി എന്ന് പറയുന്നത്. ഇത് അഗ്നിവീർ അല്ല, പെർമനൻറ്റ് റാലിയാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു റാലിയിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്, റാലി എന്നാണ് സ്റ്റാർട്ടാകാൻ പോകുന്നത്, എക്സാം എപ്പോൾ സ്റ്റാർട്ടാവും, ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതിന് മുന്നേ തന്നെ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, ഒരു പേപ്പർ കട്ടിങ് ആളുടെ വൈറലായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ ഒത്തിരി കുട്ടികൾ പറയുന്നുണ്ട്, സാർ ഇതനുസരിച്ച് നോട്ടിഫിക്കേഷൻ ഉടനെ വരുമോ, അതോ റാലി എപ്പോൾ സ്റ്റാർട്ടാവും, ഇതിൽ പറഞ്ഞിരിക്കുന്ന ദിവസം തന്നെ ആയിരിക്കും റാലി സ്റ്റാർട്ടാകാൻ പോകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. 2026 പെൺകുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടിയർ റാലി എന്ന് പറയുന്നത്. 2025 പെൺകുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തയ്യാറെടുക്കാൻ പറ്റുന്നതാണ് ടിയർ റാലി എന്ന് പറയുന്ന ഓപ്പൺ റാലി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിഫൻസ് ഓഫ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഒരു കാര്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം, 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി, എല്ലാവർക്കും തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു റാലിയാണ് ടിയർ റാലി എന്ന് പറയുന്നത്. 20 വയസ്സ് കഴിഞ്ഞാലും 23 വയസ്സ് കഴിഞ്ഞാലും 28 വയസ്സ് കഴിഞ്ഞാലും മിക്ക കുട്ടികൾക്കും ആർമി, നേവി, എയർഫോഴ്സിലേക്കും അതേപോലെ തന്നെ പാരാമിലിറ്ററിയിലേക്കും തയ്യാറെടുക്കാൻ പറ്റത്തില്ല. കാരണം ഏജ് ഓവർ ആയിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ടിയർ റാലി എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കലാണ്, അതിനുശേഷം റിട്ടേൺ എക്സാം ആണ്, അതിനുശേഷം മെഡിക്കൽ, പിന്നെ ഫൈനൽ ജോയിനിങ് ലെറ്റർ. ഈസി ആയിട്ട് നമുക്ക് ജോബ് നേടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ടിയർ റാലി എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. 2026 ടിയർ റാലിയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികൾ എപ്പോഴാണ് ട്രെയിനിങ്ങിന് പോയിരിക്കുന്നത്, ആ അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. 2026 ടിയർ റാലിയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ ട്രെയിനിങ് സ്റ്റാർട്ടായത് മെയ് 17-നാണ്. 2026 അപ്ഡേറ്റ് വന്നതും ഇതിന് ശേഷം തന്നെയാണ്. മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, 2024 റാലി ഉണ്ടായിരുന്നു, അതിനുശേഷം കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി, ട്രെയിനിങ് സ്റ്റാർട്ടായി, അതിനുശേഷം 2025 അപ്ഡേറ്റ് വന്നു. പിന്നെ 2025 ഇപ്പോൾ റാലിയെല്ലാം കംപ്ലീറ്റ് ആയി. 2026 കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോയിരിക്കുകയാണ്. ഉടനെ തന്നെ 2026 അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ 2025 ഇവിടുത്തെ ട്രെയിനിങ് അപ്ഡേറ്റ് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതിൽ കൂടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽ കൂടി ആൾറെഡി നമ്മൾ ഷെയർ ചെയ്തതാണ് പ്രീവിയസ് റാലി അപ്ഡേറ്റ് സമയത്ത് തന്നെ. ടിയർ റാലിയുടെ അപ്ഡേറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടും വളരെ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആന ഡിഫൻസ് അക്കാഡമി തന്നെയാണ്. നോക്കൂ കുട്ടികളെ, 2024 ടിയർ റാലിയുടെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ റാലി സ്റ്റാർട്ടായത് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വരുന്നത് June 4-ലാണ്. അപ്പോൾ June 4 റാലി സ്റ്റാർട്ടായ അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത്. നവംബർ 4 സ്റ്റാർട്ടായി എന്നാണ്. 2024 നവംബർ 4 സ്റ്റാർട്ടായത്. കേരളത്തിൻ്റെ റാലി സ്റ്റാർട്ടായതോ നവംബർ 7 ആൻഡ് 8 2024 നവംബർ 7 ആൻഡ് 8 എക്സാം എന്നായിരുന്നു? 2025 ജനുവരി 12 എക്സാം തുടങ്ങിയത്. അതായത് ജനുവരി 12 എക്സാം തുടങ്ങി, അതിനുശേഷം ലിസ്റ്റ് വന്ന് കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി ട്രെയിനിങ്ങിന് പോയി. ഇത് 2024 അപ്ഡേറ്റാണ്. ഇനി ഈ നോട്ടിഫിക്കേഷനൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? ടിയർ റാലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈനായിട്ട് ഫോമൊന്നും ഇവിടെ ഫില്ല് ചെയ്യേണ്ട, അതേപോലെ തന്നെ പ്രോപ്പർ നോട്ടിഫിക്കേഷനും വരത്തില്ല. ടിയർ റാലിയുടെ അപ്ഡേറ്റ് വരുന്നത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് ഇതിൻ്റെ അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് വരുന്നത്. എംപ്ലോയ്മെൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക്ലിയാണ് അതിൻ്റെ ന്യൂസ് അപ്ഡേറ്റ് വരുന്നത്. അതിൽ നിന്നാണ് നമുക്കിതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസും എല്ലാ വർഷവും ചെയ്യാറുള്ളത്. അപ്പോൾ ഈ തവണത്തെയും അതേ രീതിയിലുള്ള അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. അത് എന്ന് വരും എന്ന് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ അപ്ഡേറ്റ് എല്ലാം വന്ന് അതേ രീതിയിൽ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ 2024 ടിയർ റാലിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നോക്കൂ കുട്ടികളെ, 2025 കാര്യം പറയുകയാണെങ്കിൽ എന്നാണ് റാലി സ്റ്റാർട്ടായത്? June 4 അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത്. June 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. കേരളം എന്നൊരു സ്റ്റേറ്റ് വരുന്നത് June 4-ലാണ്. നവംബർ 15 June 4 റാലി സ്റ്റാർട്ടായത്. കേരളത്തിലെ റാലി എപ്പോഴായിരുന്നു? നവംബർ 27 ആൻഡ് 28 കേരളത്തിലെ കുട്ടികളുടെ റാലി. എക്സാം എന്നായിരുന്നു? 2026 ജനുവരി 18 എക്സാം നടന്നത്. ഇതിനകത്ത് സെലക്ഷൻ കിട്ടിയ കുട്ടികൾ ഇപ്പോൾ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അവരുടെ ട്രെയിനിങ്ങും സ്റ്റാർട്ടായിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2024-25 അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് 2026 അപ്ഡേറ്റ് നോക്കാം. 2026 ടിയർ റാലി വരുമോ? യെസ്, ഡെഫിനറ്റ്ലി ടിയർ റാലി വരുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാം. നമ്മുടെ കേരളത്തിലെ എല്ലാ ആൺകുട്ടികളെടുത്തും പെൺകുട്ടികളെടുത്തും എനിക്ക് പറയാനുള്ളത് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറെടുത്തിരിക്കണം. എല്ലാവരും റെഡി ആയിക്കോളൂ. നിങ്ങളുടെ സ്റ്റഡിയും അതേപോലെ തന്നെ ഫിസിക്കലും മുന്നോട്ട് പോയിക്കോളൂ. ഞാനിനി പറയുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റും ബാക്കി അപ്ഡേറ്റും നടക്കുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഈ ഒരു കട്ടിങ് എന്ന് പറഞ്ഞാൽ വൈറലായിരിക്കുകയാണ്. ഇത് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ അതിനകത്തും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം എന്താണ്, ഈ ഒരു പേപ്പർ കട്ടിങ് എന്ന് പറയുന്നത് ഫേക്കാണ്. എന്താണ് കുട്ടികളെ, ഇത് ഫേക്കാണ് ഈ ഒരു പേപ്പർ കട്ടിങ്. അതുകൊണ്ട് ഇതിന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. 2 ദിവസം മുന്നേ അതേപോലെ തന്നെ പ്രീവിയസ് വീക്കിലും ഒത്തിരി കുട്ടികൾ ഈ ഒരു പേപ്പർ കട്ടിങ് നമ്മുടെ അക്കാഡമിയുടെ ഓഫീസ് നമ്പറിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മോനെ ഇത് ഫേക്കാണെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴും ഒത്തിരി കുട്ടികൾ മെസ്സേജ് അയക്കുന്നത് സാർ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഫേക്കാണ്. എന്നാൽ June 4 എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നീ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, മുൻ വർഷങ്ങളിലെ അപ്ഡേറ്റ് അനുസരിച്ചും അതേപോലെ തന്നെ എല്ലാ തവണയും എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ചും 2026 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരാൻ പോകുന്നത് സെപ്റ്റംബർ മന്തിലായിരിക്കും. റാലി നിങ്ങളുടെ സ്റ്റാർട്ടാകാൻ പോകുന്നത് ഒക്ടോബർ ആൻഡ് നവംബർ മന്തിലായിരിക്കും. കേരളത്തിലത് എന്തായാലും നവംബർ മന്തിലായിരിക്കും റാലി സ്റ്റാർട്ടാകാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ എക്സാമിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 2027 ജനുവരി മന്തിലും ആയിരിക്കും. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ. ഇതേ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ടിയർ റാലി 2026 നടക്കാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് പെൺകുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പെൺകുട്ടികളും ഉടനെ തന്നെ തയ്യാറായിക്കോളൂ. 2025 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ കുറച്ച് സ്റ്റേറ്റിൽ വേക്കൻസി ഉണ്ടായിരുന്നു. അവിടുത്തെ പെൺകുട്ടികൾ ടിയർ റാലി അറ്റൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു. 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കേരളത്തിൽ നിന്ന് പെൺകുട്ടികൾക്കും വേക്കൻസി ഉണ്ടോ അതോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നീ കാര്യങ്ങളൊക്കെ. അറ്റൻഡ് ചെയ്യാൻ എന്തായാലും പറ്റും, പക്ഷേ അത് ഡിപ്പെൻഡ് അപ്പോൺ വേക്കൻസി അനുസരിച്ചിട്ടാണ്. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. എല്ലാം ഡീറ്റെയിൽഡ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയും ഏജ് 18 വയസ്സിനും 42 വയസ്സിനും ഇടയിലാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 10ാം ക്ലാസ് പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. ഇനിയും ഇതേ രീതിയിലുള്ള ടിയർ റിലേറ്റഡ് അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. 2026 നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബാച്ചുകൾ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 2026 നേവി SSR MRൻ്റെ ക്ലാസ്സും എയർഫോഴ്സിൻ്റെ ക്ലാസ്സും നമ്മൾ ജൂൺ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. SSCGയുടെ ക്ലാസ്സുകൾ നമ്മൾ ജൂൺ 8 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, വീക്ക്ലി 6 days ക്ലാസ്, പ്രാക്ടീസ് പേപ്പർ, മോക്ക് ടെസ്റ്റ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ഫീസ് എന്ന് പറഞ്ഞാൽ 2950 ആണ് SSCGയുടേത്. പിന്നെ SSR MR MAയുടേതും എയർഫോഴ്സ് XYയുടെയും ഫീസും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. SSCG നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ മന്തിൽ വരുന്നതായിരിക്കും. എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂലൈ മന്തിൽ വരുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ഒരു ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ്. ഇതനുസരിച്ച് നിങ്ങൾക്ക് 2 ബാച്ചിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്ന ബാച്ചിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ടിയർ റാലി റിലേറ്റഡ് ഇതേ രീതിയിൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പേജിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും വരെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കോളും ചെയ്യാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ എത്തിയിരിക്കണം. ഇതേ രീതിയിലുള്ള വീഡിയോസ് ലഭിക്കാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.